നമ്മൾ കുറച്ച് നാളായി ഇത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാമെന്നാണ് കരുതിയത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്ക് ചെറിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് പുറമെയാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പല ഗഡുക്കളും കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും പല കാരണങ്ങളാൽ വീട് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ചില വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ അദാലത്തുകൾ ഉൾപ്പെടെ നടത്തുന്ന സമയത്ത് വരുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം നഗരസഭ, കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭ എന്ന നിലയിൽ തന്നെ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിവിടെ അമ്മയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി ഇതൊരു നല്ല തുടക്കമാകട്ടെ. ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള അമ്മമാരെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. ഇന്നത്തെ ഈ തുടക്കത്തിൻ്റെ പ്രത്യേകത നഗരസഭയുടെ മേയർ ഓഫീസും അതുപോലെ തന്നെ മേയർ സെല്ലും അതിലെ മുഴുവൻ ജീവനക്കാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ്. എനിക്ക് സത്യത്തിൽ അവരോടൊപ്പം ഇത്രയും നാൾ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം എനിക്കുണ്ട് തിരിച്ച്. കാരണം നമ്മളൊരു പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്ന ചിന്ത വരുമ്പോൾ ഞങ്ങൾ സ്വമേധയാ ഇതിന് മുന്നോട്ട് വരാം എന്ന സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഇതറിയിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള ജീവനക്കാർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവരോടൊപ്പം മേയറായി ചുമതല വഹിക്കാൻ സാധിച്ചത് എൻ്റെ ഒരു വലിയ ഒരു സമയമായി തന്നെ ഞാൻ അതിനെ കണക്കാക്കുകയാണ്. ഈ മാതൃക തുടരാൻ എല്ലാ നല്ലവരായ നാട്ടുകാരും എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഞങ്ങളോടൊപ്പം ഭാഗമാകണം എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഇങ്ങനൊരു വാർത്ത അറിഞ്ഞുകൊണ്ട് പല മേഖലയിൽ നിന്നും എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരെല്ലാം ഇനി തുടർന്നുള്ള പ്രവർത്തനത്തിനും ഒപ്പമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അമ്മയുടെ സന്തോഷം പോലെ തന്നെ നമ്മുടെ നഗരത്തിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുടെ പ്രയാസം മാറ്റി നമുക്ക് അവരെ കൂടി ജീവിതത്തിനോടൊപ്പം ചേർത്ത് നിർത്താം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.